Welcome to another class on BTech Mathematics. ഇന്ന് നമ്മൾ GYMLT 301 നമ്മളുടെ ECയിലെ കുറച്ച് ടോപ്പിക്സാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കോംപ്ലക്സ് നമ്പേഴ്സ് എന്താണെന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കോംപ്ലക്സ് ഫംഗ്ഷൻ, അതിൻ്റെ നൊട്ടേഷനും കാര്യങ്ങളും, ദെൻ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് പ്രോബ്ലംസും, ദെൻ നമുക്കിവിടെ പഠിക്കാനുള്ള CR ഇക്വേഷൻ, കോഷി റീമാൻ ഇക്വേഷൻ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. അതിൻ്റെ ഡെഫിനിഷൻസും കാര്യങ്ങളും പ്രോബ്ലംസും ഇതൊക്കെയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോകാം. അപ്പോൾ ഇവിടെ നമ്മൾ കോംപ്ലക്സ് നമ്പർ എന്താണ് എന്നുള്ളത് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ചെറിയ ക്ലാസ്സിൽ കോംപ്ലക്സ് നമ്പേഴ്സ് എന്താണ് എന്നുള്ളത് പഠിച്ചിട്ടുണ്ട്. നമുക്കറിയാം, നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സ് സാധാരണ രീതിയിൽ Z=A+IBയോ അല്ലെങ്കിൽ നമ്മൾ X+IY ഫോമിലാണ് നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സ് സാധാരണ രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാം. ഈ എക്സിനെ നമ്മൾ റിയൽ പാർട്ട് എന്നും വൈ നമ്മുടെ ഇമാജിനറി പാർട്ട് എന്നും പറയും. I എന്ന് പറയുന്ന അയോട്ട എന്ന് പറയുന്ന I കോംപ്ലക്സ് നമ്പേഴ്സിൽ ഉണ്ടാവും എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ ഇവിടെ നമ്മൾ ഇതിനെ ഫങ്ഷൻസ് ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. നമ്മളപ്പോൾ f(z) എന്നുള്ള രീതിയിൽ ഒരു ഫംഗ്ഷൻ ആയിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യും. അതാണ് കോംപ്ലക്സ് ഫംഗ്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു സിമ്പിൾ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ തന്നെ x² + I 2xy എന്ന രീതിയിലൊക്കെ വന്നാൽ ഇതൊരു കോംപ്ലക്സ് ഫംഗ്ഷനാണ്. ഇതും ഒരു ഫംഗ്ഷൻ തന്നെയാണ്. എക്സും വൈയും ഫംഗ്ഷൻസ് ആണ്. സോ കുറച്ചും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഫംഗ്ഷൻസ് യൂസ് ചെയ്ത് പറയുമ്പോൾ അതിനാണ് നമ്മൾ കോംപ്ലക്സ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഈ കോംപ്ലക്സ് ഫംഗ്ഷനിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നാൽ അതിനെ നമുക്ക് ആ ഒരു രീതിയിലോട്ട് മാറ്റാനൊക്കെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ ഇത് ഡിനോട്ട് ചെയ്യാറുള്ളത് ഈ x+iy പകരം u+iv ഫോമിലാണ്. നമ്മൾ ഓൾറെഡി പറയുന്ന പോലെ തന്നെ യു ഇതിൻ്റെ റിയൽ പാർട്ടായിരിക്കും, വി ഇതിൻ്റെ ഇമാജിനറി പാർട്ടായിരിക്കും. യു എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ടാവും, വി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ടാവും. ഐയുടെ കൂടെയുള്ള ആളായിരിക്കും വി, അതേപോലെ റിയൽ പാർട്ടായിട്ട് യു നമുക്ക് ഉണ്ടാവും. ഇതാണ് ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, f(z)=u+iv ഫോമിൽ. ഇതിൻ്റെ എക്സാമ്പിളൊക്കെ നമുക്ക് ഒരുപാട് പറയാനുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്ക് കുറച്ച് റിസൾട്ടുകളൂടെ ആവശ്യമുണ്ട്. നമുക്കറിയാം z, അതിനൊന്നുകൂടി z എടുക്കുന്നു. zx+iy ആണെങ്കിൽ നമുക്ക് z കോൺജുഗേറ്റ് അല്ലെങ്കിൽ z ബാർ എന്താണെന്ന് അറിയാം. അത് x-iy ആണ്. അപ്പോൾ നമ്മൾ പഠിച്ചു വെക്കേണ്ട കുറച്ച് റിസൾട്ടുകളാണിത്. zx+iy ആണെങ്കിൽ z ബാർ അല്ലെങ്കിൽ z കോൺജുഗേറ്റ് x-iy. അതേപോലെ മോഡ് z റിസൾട്ട് എന്ന് പറഞ്ഞാൽ √(x²+ y²) ആണ്. ഈ റിസൾട്ടുകൾ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് ആവശ്യമുണ്ട് ഒരുപാട് സ്ഥലത്ത്. അതുകൊണ്ട് ഈ രണ്ട് റിസൾട്ടുകളും കൃത്യമായിട്ട് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. എന്താണ് z കോൺജുഗേറ്റ്, അതേപോലെ മോഡ് z. ഇനി ഏതെങ്കിലുമൊക്കെ റിസൾട്ട് ആവശ്യം വരികയാണെങ്കിൽ അത് നമ്മൾ ഇനിയുള്ള വീഡിയോസിൽ കൃത്യമായിട്ട് പറയും. ഇതിനെ നമ്മൾ 6 എന്ന രീതിയിലൊക്കെ ഡിനോട്ട് ചെയ്യായിരുന്നു. അതാണ് ആ ഒരു മോഡ് z കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫോമും കാര്യങ്ങളൊക്കെ നമുക്ക് പറയാനുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഇതൊന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ഒരു ഫംഗ്ഷനെ നമ്മളതിൻ്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും കണ്ടുപിടിക്കാൻ പോകണം. ഒരു എക്സാമ്പിൾ എടുത്താൽ നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ അതിന് f(z) എന്തെടുത്തു, z² എടുത്തു. f(z)=z². ഇതിന് എനിക്കൊന്ന് u-v കണ്ടുപിടിച്ച് ഒരു റിയൽ പാർട്ടും ഒരു ഇമാജിനറി പാർട്ടും ഉണ്ടാകും. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, z പകരം നമുക്കറിയാം, z പകരം നമുക്ക് എന്ത് കൊടുക്കാം, x+iy. അപ്പോൾ അതെന്തായിട്ട് മാറും, x+iy² ആവും. ഇനി നമുക്കറിയാം a+b² റിസൾട്ട് അറിയാം. ഇത് a ആയിട്ടും ഇത് b ആയിട്ടും എടുത്ത് നമ്മൾ റിസൾട്ട് കൊടുക്കുന്നു. x² + 2ab 2xiy + iy² ഇങ്ങനെയാണ് ഉണ്ടാകുക. ഇനി x² ഞാൻ അതിനെ ഒന്ന് ആദ്യത്തേക്ക് എഴുതി, പിന്നെ എന്താണുള്ളത് 2xy + i²y². നമ്മൾ +2 പഠിച്ചിട്ടുണ്ട്. i² എന്ന് പറഞ്ഞാൽ -1 ആണ്. സോ അതിവിടെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും, x². ഇതെന്തായിട്ട് മാറും, -1 ആയിട്ട് മാറും. അപ്പോൾ ഇത് പിന്നെ ഉണ്ടാവും -y². അതിന് ഞാൻ ഇവിടെ എഴുതുന്നു -y² + i × 2xy. ഇവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഇതാണ് നമ്മളുടെ u, അതേപോലെ ഐൻ്റെ കൂടെ ഉള്ളതാണ് നമ്മളുടെ v. അപ്പോൾ നമ്മളിവിടെ f(z)=z²ൻ്റെ റിയൽ പാർട്ട് ഇമാജിനറി പാർട്ടും കണ്ടുപിടിക്കാൻ ഒരു ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ രീതിയിൽ അതിനെ ഒന്ന് ചെറുതാക്കി കൊണ്ടുവരാം. അപ്പോൾ അങ്ങനത്തെ കുറച്ച് എക്സ്പ്രഷൻസാണ് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. അങ്ങനെ 1-2 ഞാൻ പറഞ്ഞുതരാം, ബാക്കിയുള്ള നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തു നോക്കുക. അപ്പോൾ f(z)=z² പോലെ നമുക്ക് വേറെയും ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. ഇൻ കേസ് f(z) നിങ്ങൾക്ക് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് 1/z ഒക്കെ വന്നാൽ നമുക്കതിന് 1/x+iy എന്ന് എഴുതാം. പക്ഷെ ഇവിടെ നമ്മൾ സ്റ്റക്ക് ആവും. അപ്പോൾ 1/z കേസിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിനെ നമ്മൾ എന്ത് ചെയ്യും, കോൺജുഗേറ്റ് എടുക്കും. അപ്പോൾ ഇതിനെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, x+iy കോൺജുഗേറ്റ് നമുക്കറിയാം x-iy ആണ്. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഇതെന്തായിട്ട് മാറും,
മുകളിൽ ആരുണ്ട് 1 ഇൻറ്റു എക്സ് മൈനസ് ഐ വൈ ഉണ്ടാവും. ഇത് നമുക്കറിയാം എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ് നമ്മുടെ ഒരു റിസൾട്ട് ഉണ്ടല്ലോ. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണെങ്കിൽ നമുക്കതിന് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് എഴുതാം. അപ്പം എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബിന് എക്സ് സ്ക്വയർ മൈനസ് ഐ വൈ ദ ഹോൾ സ്ക്വയർ എന്ന് നമുക്ക് എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് ഐ വൈ. നേരത്തെ ഞാൻ പറഞ്ഞു ഐ സ്ക്വയർ മൈനസ് 1, അപ്പോൾ ഇതെന്തായിട്ട് മാറും എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അതായത് എക്സ് മൈനസ് ഐ വൈ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇതിലൊന്ന് സ്പ്ലിറ്റ് ചെയ്താൽ മതി. സ്പ്ലിറ്റ് ചെയ്താൽ എന്താ വരിക എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് ഐ ഇൻറ്റു വൈ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇതിൻ്റെ റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട്. ഇതാണ് എന്ത് യു, അതേപോലെ ഇതാണ് വി. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വി എന്ന് പറയുന്നത് മൈനസ് വൈ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. അപ്പോൾ ഇതേപോലെ നമുക്ക് ഏതിനെ വേണമെങ്കിലും ചെയ്യാം. ഒരെണ്ണം കൂടി ഞാനിവിടെ ചെയ്യുന്നുണ്ട്, ഇ റേസ് ടു സെഡ്. ഇ റേസ് ടു സെഡിന് നമുക്ക് ഇ റേസ് ടു എക്സ് പ്ലസ് ഐ വൈ എന്ന് എഴുതാം. ഇ റേസ് ടു സെഡിന് നമുക്ക് ഇ റേസ് ടു എക്സ് പ്ലസ് ഐ വൈ എന്ന് എഴുതാം. കാരണം സെഡിന് പകരം നമുക്ക് എക്സ് പ്ലസ് ഐ വൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഇ റേസ് ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു ഐ വൈ വിച്ച് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു ഐ വൈക്ക് ഒരു റിസൾട്ട് ഉണ്ട്, അത് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. കോസ് വൈ പ്ലസ് ഐ സൈൻ വൈ ആണ് ഇ റേസ് ടു ഐ വൈ. കൃത്യമായിട്ട് എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇ റേസ് ടു ഐ വൈ എന്ന് പറഞ്ഞാൽ കോസ് വൈ പ്ലസ് ഐ സൈൻ വൈ. ഇനി ജസ്റ്റ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്താൽ നമ്മുടെ ആൻസറായി ഇ റേസ് ടു എക്സ് കോസ് വൈ പ്ലസ് ഐ ഇ റേസ് ടു എക്സ് സൈൻ വൈ. അപ്പോൾ നമ്മളിതിൻ്റെ റിയൽ പാർട്ടായിട്ട് വരുന്നത് ഇ റേസ് ടു എക്സ് കോസ് വൈയും ഇതിൻ്റെ ഇമാജിനറി പാർട്ടായിട്ട് വരുന്നത് ഇ റേസ് ടു എക്സ് സൈൻ വൈയുമാണ്. അപ്പോൾ ഈ രീതിയിലുള്ള കുറച്ച് സ്പ്ലിറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് പ്രധാനമായിട്ടും വരുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഇതിൽ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി എക്സാമിനൊക്കെ ചോദിക്കാവുന്ന ക്വസ്റ്റ്യനാണ് റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും കണ്ടുപിടിക്കാനായിട്ട്. നിങ്ങളുടെ ലാസ്റ്റ് ഇയറിൽ എനിക്ക് തോന്നുന്നു 2025 എങ്ങാനും ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. അവിടെ നമുക്ക് 1/1 മൈനസ് സെറ്റ് ആയിരുന്നു വന്നിരുന്നത്. 1/1 മൈനസ് സെറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് 1/1 മൈനസ് സെറ്റിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം എക്സ് പ്ലസ് ഐ വൈ. അത് ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിക്കണം, തെറ്റാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിനെ 1 ബ്രാക്കറ്റ് തുറന്നാൽ എന്ത് വരും 1 മൈനസ് എക്സ്, ഈ ബ്രാക്കറ്റ് ഇങ്ങോട്ട് വന്നാൽ മൈനസ് ഐ വൈ എന്ന് വരും. അപ്പോൾ ഇതിൻ്റെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നമ്മൾ എന്തെടുത്തിട്ട് ചെയ്യും 1 മൈനസ് എക്സ് മൈനസ് ഐ വൈയുടെ കോഞ്ചുഗേറ്റ്. അപ്പോൾ എന്താ വരിക 1 മൈനസ് എക്സ് പ്ലസ് ഐ വൈ ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് പ്ലസ് ഐ വൈ എന്ന് നമ്മൾ എടുക്കും. അപ്പോൾ എന്താ വരിക, ഞാനിവിടെ ഒന്നുകൂടി അത് ക്ലിയർ ആയിട്ട് എഴുതാം. അപ്പോൾ എന്താ അപ്പോൾ മുകളിൽ നമുക്ക് ആരുണ്ട് 1 മൈനസ് എക്സ് പ്ലസ് ഐ വൈ ഡിവൈഡഡ് ബൈ, അടിയിൽ നിങ്ങൾ നോക്കുക ഇതാ എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി ഫോമിലാണ്. ഇത് എ ഇത് ബി, അതേപോലെ ഇവിടെയും ഇത് എ ഇത് ബി. നമ്മൾ റിസൾട്ട് പറഞ്ഞിരുന്നത് എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, ബി എന്ന് പറഞ്ഞാൽ ഐ വൈ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു 1 മൈനസ് എക്സ് പ്ലസ് ഐ വൈ ഡിവൈഡഡ് ബൈ എന്ത് വരും 1 മൈനസ് എക്സ് സ്ക്വയർ, നേരത്തെ പോലെ ഇത് പ്ലസ് വൈ സ്ക്വയർ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇതിനെ സ്പ്ലിറ്റ് ചെയ്താൽ 1 മൈനസ് എക്സ് ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇതിൻ്റെ യു റിയൽ പാർട്ടായിട്ടും വൈ ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇതിൻ്റെ ഇമാജിനറി പാർട്ടായിട്ടും വരും. ഈ രീതിയിൽ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിട്ടും ചോദിക്കാം. അതേപോലെ അതിൽ നിന്ന് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഏരിയാസ് റിലേറ്റ് ചെയ്തിട്ടും ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഇതാണ് നമ്മളുടെ ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ്റെ ഒരു സ്റ്റാർട്ടിങ് എന്ന രീതിയിൽ വരുന്നത്. ദെൻ പിന്നെ ഇതിൻ്റെ ഡെറിവേറ്റീവ്സ്, നമ്മൾ സാധാ ഡെറിവേറ്റീവ്സ് നമുക്കറിയാം, നമ്മൾ കാണുന്ന രീതിയിൽ തന്നെ നമുക്ക് ഡെറിവേറ്റീവ്സ് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇൻ ജനറൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എക്സ് ക്യൂബ് ആണെങ്കിൽ നമുക്കിതിൻ്റെ ഡെറിവേറ്റീവ് എന്താണെന്നറിയാം, എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 3x² ആണ്. അതേപോലെ നമുക്ക് ഇവിടെയും എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സെഡ് ക്യൂബ് ആണെങ്കിൽ ഇതിൻ്റെ എഫ് ഡാഷ് ഓഫ് സെഡ് എന്ന് പറയുന്ന ഡെറിവേറ്റീവ് 3z² ആണ്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഡെറിവേറ്റീവും കാര്യങ്ങളൊക്കെ ഇവിടെ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ലിമിറ്റ്, കണ്ടിന്യൂറ്റി, ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറയുന്ന ഒരു ഏരിയ വരുന്നുണ്ട്. ഇനി നമുക്കിവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആവശ്യമുള്ള ഒരു സംഭവമാണ് എന്താണ് അനാലിറ്റിക് ഫംഗ്ഷൻ എന്നുള്ളതാണ്. അനാലിറ്റിക് ഫംഗ്ഷൻ നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് ഡെഫിനിഷനാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെഫിനിഷനാണ്. ഒരു ഫംഗ്ഷൻ അനാലിറ്റിക് ആണെന്ന് പറയണമെങ്കിൽ ഒരു ഡൊമൈനിൽ നമ്മളൊരു ഫംഗ്ഷൻ എടുക്കുന്നു എഫ് ഓഫ് സെഡ് എന്ന്. ഇതിൻ്റെ നോട്ട് കൃത്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിരുന്നുണ്ട്. നിങ്ങൾ
പഠിക്കുന്ന സമയത്ത് നോട്ടും നമ്മളുടെ ഈ ഒരു വീഡിയോയും കണക്ട് ചെയ്ത് പഠിക്കുക. ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് ഉണ്ട്, അവിടെ ഡി എന്ന് പറയുന്ന ഒരു ഡൊമെയിൻ ഉണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ ഡിയിലെ എല്ലാ പോയിന്റ്സിലും ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ a function f of z is said to be analytic in a domain D if f of z is defined and differentiable at all points of D. ഈ ഡിയിലെ എല്ലാ പോയിന്റിലും ഈ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ ഈ ഫംഗ്ഷൻ നമുക്ക് അനാലിറ്റിക് ആണെന്ന് പറയാം. കുറച്ചും കൂടി സിമ്പിളായിട്ട് നമ്മൾ പറഞ്ഞ ഒരു പോയിന്റിൽ അനാലിറ്റിക് ആവണമെങ്കിൽ, ഇപ്പോൾ ഡി എന്ന് പറയുന്ന ഇവിടെ ഡി എന്ന് പറയുന്ന ഒരു പോയിന്റിന് അനാലിറ്റിക് ആവണമെങ്കിൽ എന്താവണം? അത് അതിൻ്റെ ഒരു നൈബർഹുഡിൽ, നമുക്കിവിടെ ഒരു പോയിന്റ്, ഈ ഒരു പോയിന്റ് ഒരു സെറ്റ് നോട്ട് എന്ന് പറയുന്ന ഒരു പോയിന്റിൽ, സെറ്റ് നോട്ട് എന്ന് പറയുന്ന പോയിന്റിൽ അനാലിറ്റിക് ആവണമെങ്കിൽ അതിൻ്റെ ഒരു നൈബർഹുഡിലും അതെന്താണ്? അനാലിറ്റിക് ആണ്. അങ്ങനെ എല്ലാ സ്ഥലത്തും ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ മാത്രമാണ് നമ്മൾ ആ ഫംഗ്ഷന് അനാലിറ്റിക് എന്ന് പറയും. അപ്പോൾ ഒരു ഫംഗ്ഷൻ അനാലിറ്റിക് എന്ന് പറയണമെങ്കിൽ അത് ഡിയിലുള്ള, ഡി എന്ന് പറയുന്ന ഒരു റീജിയനിലുള്ള എല്ലാ പോയിന്റ്സിലും ഡിഫറൻഷ്യബിൾ ആയിരിക്കണം. ഇനി നമ്മളൊരു ഫംഗ്ഷൻ ഒരു പോയിന്റിൽ അനാലിറ്റിക് എന്ന് പറയണമെങ്കിൽ അതിൻ്റെ ഒരു നൈബർഹുഡിലും അതെന്താവണം? അനാലിറ്റിക് ആണ്. നമുക്ക് എക്സാമ്പിൾ എടുത്ത് നോക്കാം. ഒരു എക്സാമ്പിൾ എടുത്താൽ നിങ്ങൾക്ക്, പിന്നെ അനാലിറ്റിക് ഫംഗ്ഷൻ്റെ മറ്റൊരു പേരാണ് ഹോളോമോർഫിക് ഫംഗ്ഷൻ എന്നുള്ളത്. നിങ്ങൾ നോട്ടൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാവും. കറക്റ്റായിട്ട് ഹോളോമോർഫിക് ഫംഗ്ഷൻ എന്നുള്ള വേർഡും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി ഈ അനാലിറ്റിക്സ് നഷ്ടപ്പെടുന്ന പോയിന്റ്, ആ പോയിന്റിന് നമ്മൾ സിംഗുലർ പോയിന്റ് എന്ന് പറയും. കൃത്യമായിട്ട് എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം. കുറച്ച് ഡെഫിനിഷൻ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഹോളോമോർഫിക് ഫംഗ്ഷൻ എന്നൊരു പേരുണ്ട്. അതേപോലെ തന്നെ ഒരു ഫംഗ്ഷൻ എല്ലാ സ്ഥലത്തും അനാലിറ്റിക് ആണെങ്കിൽ എൻറ്റയർ ഫംഗ്ഷൻ എന്ന് നമ്മൾ ആ ഫംഗ്ഷന് പറയും. അനാലിറ്റിക്സ് നഷ്ടപ്പെടുന്ന പോയിന്റിനെയാണ് നമ്മൾ സിംഗുലർ പോയിന്റ് എന്ന് പറയും. ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നമ്മൾ സാധാരണ പറയാറുള്ള എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സെഡ് സ്ക്വയർ, അതേപോലെ ഇ റൈസ് ടു സെഡ്, ദെൻ സൈൻ സെഡ്, ഈ ഫംഗ്ഷൻസ് എല്ലാം അനാലിറ്റിക് ആണ് എല്ലാ പോയിന്റ്സിലും. ഒരു സാധാരണ നമ്മൾ കോംപ്ലക്സ് ഫീൽഡാണ് സി ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. സി നമുക്കറിയാം, ഈ രീതിയിൽ നമ്മളൊരു കോംപ്ലക്സ് ഫീൽഡ് എടുത്താൽ അവിടെ എല്ലാ സ്ഥലത്തും ഇതെന്താണ്? അനാലിറ്റിക് ആണ്. പക്ഷേ നമ്മൾ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു 1/z എടുത്തതെന്ന് വിചാരിക്കും. എന്താ സംഭവിക്കുക? സെഡ് 0 ആണെങ്കിൽ ഈ ഫംഗ്ഷന് എന്ത് സംഭവിക്കും? അനാലിറ്റിക്സ് നഷ്ടപ്പെടും. അപ്പം ഇത് എവിടെയാണ് അനാലിറ്റിക് ആയിട്ട് വരുന്നത്? സി മൈനസ് സെറ്റ് 0യിലാണ് ഇത് അനാലിറ്റിക് ആയിട്ട് വരുന്നത്. ഇവിടെ ഈ പോയിന്റ് 0 എന്ന് പറയുന്നത് എന്താണ്? സിംഗുലർ പോയിന്റ് ആണ്. ദെൻ അങ്ങനെ നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് പറയാം. സെഡ് കോൺജുഗേറ്റ് അനാലിറ്റിക് അല്ല. ദെൻ അതേപോലെ റാഷണൽ ഫങ്ഷൻസ്, അങ്ങനെ നമുക്കിതിന് ഒരുപാട് എക്സാമ്പിൾസ് പറയാൻ പറ്റും. അനാലിറ്റിക് ആയിട്ടും അനാലിറ്റിക് അല്ലാതെയുള്ള ഒരുപാട് എക്സാമ്പിൾസ് നമുക്കിതിന് കൃത്യമായിട്ട് പറയാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ അനാലിറ്റിക് എന്നുള്ള വേർഡ് കൃത്യമായിട്ട് ഒന്ന് ഓർത്ത് വെക്കുക. ഒരു ഫംഗ്ഷൻ ഒരു ഡൊമൈനിൽ എല്ലാ സ്ഥലത്തും ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ ആ ഫംഗ്ഷൻ നമ്മൾ പറയുന്ന പേരാണ് അനാലിറ്റിക് ഫംഗ്ഷൻ. ദെൻ ആ ഒരു പോയിന്റിന് അനാലിറ്റിക് ആണെങ്കിൽ അതിൻ്റെ ഒരു നൈബർഹുഡിലും ഇതെന്തായിട്ട് വരണം? അനാലിറ്റിക് ആയിട്ട് വരണം. ഇത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് CR ഇക്വേഷൻ, കോഷി റീമാൻ ഇക്വേഷൻ എന്ന് പറയുന്ന CR ഇക്വേഷൻ. നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇവിടുന്ന് വരാൻ ചാൻസ് ഉള്ള ഒരു ഇക്വേഷനും കൂടിയാണ് CR ഇക്വേഷൻ, കോഷി റീമാൻ ഇക്വേഷൻ. ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയാം. നമ്മളുടെ കയ്യിൽ ഈ രീതിയിൽ എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എടുത്ത് നിൽക്കുക. u+iv എന്ന രീതിയിലൊരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ CR ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ രണ്ട് കണ്ടീഷൻ, ux എന്ന് പറഞ്ഞാൽ നമുക്കറിയാം യുവിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് അത് vyക്ക് ഈക്വൽ ആണ്. അതായത് വിയുടെ വൈത്ത് ഡെറിവേറ്റീവിന് ഈക്വൽ ആണ്. അതേപോലെ uy എന്നുള്ളത് -vxന് ഈക്വൽ ആണ്. ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിലാണ് നമ്മൾ ആ ഫംഗ്ഷൻ CR ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്ന് പറയാം. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ എടുത്താൽ അത് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ഇതുവരെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ നമുക്ക് എടുത്ത് നോക്കാം. നമ്മുടെ കയ്യിൽ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സെഡ് സ്ക്വയർ ഉണ്ട്. ഇത് ഞാൻ വീണ്ടും ചെറുതാക്കാൻ നോക്കുന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് x+iy² എന്നാണ് ഇത് വരിക. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് x² - y² + i × 2xy എന്ന് വരും. നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയാണ് ഇത് ചെറുതാക്കി കഴിഞ്ഞാൽ വരാം. നമുക്കിവിടെ എല്ലാ ഡെറിവേറ്റീവ്സ് ഒന്ന് കണ്ടു നോക്കാം. ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കാം. നമുക്ക് ആദ്യം ux കാണാം. ഇവിടെ u എന്ന് പറയുന്നത് നമുക്കറിയാം x² - y² ആണ്. v എന്ന് പറയുന്നത് 2xy ആണ്. നമുക്ക് ux കണ്ടു നോക്കാം. ux എന്താ വരിക? ഇതിനെ എക്സിൽ ഡെറിവേറ്റീവ് ചെയ്യണം. അപ്പോൾ എക്സിൽ ഡെറിവേറ്റീവ് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുന്ന സമയത്ത് നമുക്കറിയാം y കോൺസ്റ്റൻ്റ് ആണ്. x² ഡെറിവേറ്റീവ് 2x വരും. 2x - 0 2x ഉണ്ടാവും. ഇവിടെ തന്നെ നമുക്ക് uy-യും കണ്ടുവെക്കാം. uy എന്ന് പറഞ്ഞാൽ -2y വരും. -2y. ഇവിടെ നമുക്ക് vx കണ്ടുപിടിക്കാം. vx കണ്ടുപിടിച്ചാൽ എന്താ വരിക? ഇതിനെ നമ്മൾ എക്സിൽ ഡെറിവേറ്റീവ് ചെയ്യുന്ന സമയത്ത് 2y
ഇനി ഇതിനെ നമ്മൾ വൈയിൽ ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ 2x. ഇനി നോക്ക് നമ്മളുടെ CR ഇക്വേഷൻ എന്തായിരുന്നു? ux ഈക്വൽ ടു vy ആണ്, uy ഈക്വൽ ടു മൈനസ് vx ആണ്. ഇവിടെ നോക്ക് ux ഈക്വൽ ടു vy ആണ്, ux ഈക്വൽ ടു vy ആണ്. അതേപോലെ vx എന്ന് പറഞ്ഞാൽ എന്താ? 2y. ഇതിൻ്റെ മൈനസ് എന്ന് പറഞ്ഞാൽ മൈനസ് 2y. അപ്പോൾ ഇവിടെ രണ്ട് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. നമ്മുടെ അടുത്ത് ഈ ഫംഗ്ഷൻ്റെ കേസിൽ ux ഈക്വൽ ടു vy ആണ്, uy ഈക്വൽ ടു മൈനസ് vx ആണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്? CR ഇക്വേഷൻ കൃത്യമായിട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് CR ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് നോക്കാൻ ഈ ഇക്വേഷൻ നമ്മളെ സഹായിക്കും. അപ്പോൾ നിങ്ങൾ ux ഈക്വൽ ടു vy ആണ്, uy ഈക്വൽ ടു മൈനസ് vx ആണ്. ഇനി ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ എന്തായിരിക്കും? അനാലിറ്റിക് ആയിരിക്കും. അപ്പോൾ അനാലിറ്റിസിറ്റിയുടെ ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമ്മൾ അത് CR ഇക്വേഷൻ, കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ അല്ലേ എന്നുള്ളത് കൃത്യമായിട്ട് നോക്കിയാൽ മതി. ഈ റേസ് ടു സെറ്റിൻ്റെ ക്വസ്റ്റ്യനൊക്കെ നമുക്ക് ഈ രീതിയിൽ ചെയ്യാനായിട്ട് പറ്റും. നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടി ഒന്ന് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രൂവ് ദാറ്റ് ദ ഫംഗ്ഷൻ f of z ഈക്വൽ ടു z കോൺജുഗേറ്റ് അല്ലെങ്കിൽ z ബാർ is not analytic in the complex plane. അനാലിറ്റിക് അല്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അനാലിറ്റിക് അല്ല എന്ന് തെളിയിക്കാൻ നമുക്ക് പോയിന്റ്സ് ഒക്കെ നോക്കി പോകാന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. പക്ഷേ നമ്മളിപ്പോൾ ഈ ഒരു ഇക്വേഷൻ പഠിച്ചതുകൊണ്ട് തന്നെ നമുക്ക് CR ഇക്വേഷൻ വെച്ചിട്ട് ഇതിൻ്റെ ആൻസർ ഒന്ന് ചെയ്ത് നോക്കാം. നമുക്കറിയാം z കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ f ഓഫ് z കോൺജുഗേറ്റ് എന്ന് പറയുമ്പോൾ x മൈനസ് iy ആണ് വരും. അപ്പോൾ ഇവിടെ u ഈക്വൽ ടു x വരും, v ഈക്വൽ ടു മൈനസ് y വരും. യുവും വിയും നമുക്ക് കൃത്യമായിട്ട് ഇത് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. ദെൻ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്കൊന്ന് അടുത്ത ux 1 വരും, uy കണ്ടുവെക്കാം. uy എന്ന് പറഞ്ഞാൽ 0 വരും. അതേപോലെ vx 0 വരും, vy മൈനസ് 1 വരും. അങ്ങനെയാണ് ഇവിടെ വരും. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് നോക്കാം. ux 1, uy 0, vx 0, vy 1. നമ്മളുടെ CR ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് കണ്ടീഷൻ എന്തായിരുന്നു? ux ഈക്വൽ ടു vy ആവണം. ഇവിടെ ആണോ? അല്ല, ux 1 ആണ്, vy മൈനസ് 1 ആണ്. അപ്പോൾ ux നോട്ട് ഈക്വൽ ടു vy. ഫസ്റ്റ് കണ്ടീഷൻ തന്നെ തെറ്റി. സോ ഫെയിൽസ് ടു സാറ്റിസ്ഫൈ ദ CR ഇക്വേഷൻ. So it is not analytic in C. Not analytic. ഈ രീതിയിൽ അനാലിറ്റിക് ആണോ അല്ലെ ചെക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ നമ്മൾ CR ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഇതാണ് നമ്മളുടെ ആ ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ്റെ സ്റ്റാർട്ടിങ്ങിൽ വരുന്നത്. ഞാൻ ഈ കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഔട്ട്ലൈൻ തരാം. നമ്മൾ പഠിച്ചത് കോംപ്ലക്സ് ഫംഗ്ഷൻസിനെ കുറിച്ചാണ്. കോംപ്ലക്സ് നമ്പർ എന്താണ്? z ഈക്വൽ ടു എക്സ് പ്ലസ് iv നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിന് നമ്മളൊരു ഫംഗ്ഷനിലോട്ട് u പ്ലസ് iv ഫോമിലോട്ട് മാറ്റും. റിയൽ പാർട്ടാണ് u, ഇമാജിനറി പാർട്ടാണ് v. ദെൻ ഈ റിസൾട്ടുകൾ നിങ്ങൾ ഓർത്ത് വെക്കുക. നമ്മളത് z സ്ക്വയറിനെ നമ്മൾ മാറ്റിയാൽ u ആയിട്ട് x സ്ക്വയർ മൈനസ് y സ്ക്വയറും v ആയിട്ട് 2xy വരും. 1/z നിങ്ങളൊന്ന് കാര്യമായിട്ട് നോട്ട് ചെയ്യുക, കാരണം നമ്മൾ കോൺജുഗേറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. x/x സ്ക്വയർ പ്ലസ് y സ്ക്വയറും മൈനസ് y/x സ്ക്വയർ പ്ലസ് y സ്ക്വയർ. ഈ റേസ് ടു സെറ്റിൻ്റെ ഒന്ന് ശ്രദ്ധിക്കുക. 2021 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ നമ്മൾ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. ഡെറിവേറ്റീവ് നമ്മൾ സാധാ ഡെറിവേറ്റീവ് എടുക്കുന്ന രീതിയിൽ ചെയ്യാം. അനാലിറ്റിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ അനാലിറ്റിക് ആണ് ഒരു ഡൊമൈനിൽ D എന്ന് പറയണമെങ്കിൽ എല്ലാ പോയിന്റിലും, ഡിയിലുള്ള എല്ലാ പോയിന്റിലും ഡിഫറൻഷ്യബിൾ ആയിരിക്കണം. എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞു. പക്ഷേ 1/z z ഈക്വൽ ടു 0 അനാലിറ്റിക് അല്ല, അത് നമ്മൾ സിംഗുലർ പോയിന്റ് എന്ന് പറയും. ദെൻ CR ഇക്വേഷൻ ux ഈക്വൽ ടു vy, uy ഈക്വൽ ടു മൈനസ് vx. z സ്ക്വയറിൻ്റെ എക്സാമ്പിൾ നമ്മൾ ചെയ്തു. CR ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് അനാലിറ്റിക് ആണ്. z കോൺജുഗേറ്റ് എടുത്ത സമയത്ത് CR ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ ആ ഫംഗ്ഷൻ എന്തല്ല, അനാലിറ്റിക് അല്ല എന്ന രീതിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇതൊരു ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് മാത്രമാണ്. കൂടുതൽ പ്രോബ്ലംസ് നിങ്ങൾ ചെയ്തു നോക്കുക. മാക്സിമം പ്രോബ്ലംസ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ ഈ കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ ഉള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഹാർമോണിക് ഫങ്ഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഇതൊക്കെ വായിച്ച് നോട്ട് ഉണ്ടാക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ റേസ് ചെയ്യുക. മാക്സിമം പ്രോബ്ലംസ് ഒക്കെ ചെയ്തു നോക്കുക. ഓക്കെ, താങ്ക് യു.